ഞാൻ ആലോചിക്കുന്നത് ഇവനെ പോലെ ഒരു മൊയ്ന്ത് വേറെ ലോകത്തുണ്ടോ എന്നുള്ളതാണ്. ഇത്രത്തോളം ഇളിഭനായ ഒരു മനുഷ്യൻ പ്രസംഗം തുടങ്ങുമ്പോൾ പറയാണ്, ഇതാ നിങ്ങളുടെ ആസ്ഥാന മന്ദിരം പൂട്ടിയിരിക്കുന്നു, ഞങ്ങൾ ഇതാ പൂട്ടിച്ചിരിക്കുന്നു, അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ അവിടെ അനുവദിക്കുന്നില്ല, അവിടെ അതിനുള്ള പൂട്ടാനുള്ള കാരണം പറഞ്ഞതൊന്നുമല്ല, കാരണം അവിടെ അത് നടക്കുന്നു ഇത് നടക്കുന്നു. ഈ പ്രസംഗം പറയുന്നതിന് വേണ്ടി 2 ദിവസമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ നിങ്ങളുടെ ആസ്ഥാന മന്ദിരത്തെ കുറിച്ച് നാളെ പറയും മറ്റന്നാളെ പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അത് പറഞ്ഞു. എന്താണ്? ദുബായ് ആസ്ഥാന മന്ദിരം അതാ പൂട്ടിയിരിക്കുന്നു, പൂട്ടിക്കിടക്കാണ്. ഇത് ഈ സൈബർ കുഞ്ഞാടുകൾക്ക് അറിയൂല. ഒന്ന് വിളിച്ചു ചോദിക്കും കുട്ടികളെ, എന്നിട്ട് ഞങ്ങൾക്ക് പൊങ്കാലടാ. ആ പൂട്ടി. ഇത് പറയാൻ നിർദ്ദേശം കൊടുത്താരാ? നിങ്ങൾ ചിന്തിക്കണം. കോമാണ്ടിയാണ് നിർദ്ദേശം കൊടുക്കുക, സുലൈമാന്റെയാണ് നിർദ്ദേശം കൊടുക്കുക. അവരാണല്ലോ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരുടെ നിർദ്ദേശം എന്താണ്? അത് പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സുലൈമാന്റെയും കോമാണ്ടിന്റെയും കയ്യിലുള്ള വിവരം. ഈ ലോകത്ത് നടക്കുന്ന തുയ്ത്തിൽ മുൽക്കവൻ തഷാ, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഒരു മൊബൈൽ കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കപ്പെട്ട 2 സാധനങ്ങളാണ്. ഒന്ന് കോമാണ്ടി സുലൈമാന്റെയും. എന്ത് നടക്കുന്നു എന്നുള്ള അപ്പൊ വിവരം കിട്ടും അല്ലേ? സ്വന്തം നിലക്ക് കിട്ടും, ഹക്കീക്കിയായി കിട്ടും. അതാ വട്ടൂരികളുടെ വിശ്വാസം. ആ കുഫ്രിയത്തിന്റെ അപ്പോസ്തലന്മാരായ കോമാടനും സുലൈമാന്റെയും നിർദ്ദേശം കൊടുത്താൽ ഈ ഹംകിന് അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഡ്യൂട്ടിക്കിടയിൽ അന്വേഷിച്ചു, ദുബായ് മർക്കസിലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ സാധാരണത്തെ പോലെ കുട്ടികൾ മദ്രസയിൽ വരികയും പോവുകയും അവിടുത്തെ അനുബന്ധ സ്ഥാപനങ്ങളും ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നു. ഇത് ലൈവായിട്ട് നമുക്ക് അവിടുന്ന് ഒരാൾ വിട്ടു തന്നപ്പോൾ നമ്മൾ ഇത് പുറത്തു വിട്ടതോടുകൂടി ഇരിക്കപ്പുറത്തില്ല, ഹാലളകി. പിശാചി സേവാ സംഘം PSS അപ്പോസ്തലനായ സുലൈമാന്റെയും കോമാണ്ടിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടാൻ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും കൽബകം എന്നവർ, അത് മുഹീദ്ദീൻ ഷെയ്ഖ്. പക്ഷേ ഈ കോമാടനെ സ്വന്തം മണികൾ സ്വർണ്ണം കക്കുന്നത് പോലും അറിയാൻ കഴിവില്ലാത്ത ആളാണ്. പിന്നെ എങ്ങനെയാണ് ദുബൈയിൽ അവിടെ സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്നത്? ഓന്റെ നിർദ്ദേശത്തിലാണ് ദുബൈയിൽ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ് എന്ന് പ്രസംഗിച്ചത്. പ്രസംഗം തുടങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അതേ ആളെ കൊണ്ട് അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ അത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആ പ്രസംഗത്തിന്റെ അവസാനം പറയിപ്പിച്ച ഞങ്ങളുടെ മശായിഖന്മാർ, അവരുടെ മശായിഖന്മാർ കേട്ടോ. അല്ലാതെ തന്നെ അതിന് നിർദ്ദേശം തന്ന് വിട്ടല്ലോ, അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നിർദ്ദേശം തന്ന് വിട്ട സുലൈമാന്റി കോമാണ്ടി ഉണ്ടല്ലോ, അവരെവിടെ കിടക്കുന്നു? ഞങ്ങളുടെ മശായിഖന്മാർ എവിടെ കിടക്കുന്നു? അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നിന്റെ അതേ നാവ് കൊണ്ട് അതേ സ്റ്റേജിൽ അതേ പോഡിയത്തിൽ അതേ മൈക്കിലൂടെ നീ വിളിച്ചു പറഞ്ഞു ആ സ്ഥാപനം ഇന്ന് അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതാണ് പവർ. ഇന്നാണ് നിങ്ങളുടെ സ്ഥാപനം, ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ UAE സമയം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹുവിന്റെ മദതുള്ള, ഔലിയാക്കളുടെ മദതുള്ള, മശായിഖന്മാരുടെ മദതുള്ള, ഞങ്ങളുടെ ഉസ്താദുമാരുടെ കറാമത്ത് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ എന്റെ സുലൈമാന്റി കോമാണ്ടി അല്ല കേട്ടോ. ഇത് ഇത്രത്തോളം ഇളിഭനായ ഒരു മനുഷ്യൻ, ഒന്നില്ലെങ്കിൽ നാണം വേണം വട്ടൂരികളെ, അതില്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ കാപ്പാടിങ്ങളുടെ മൂത്ര ഫൈസൽ ഉണ്ടല്ലോ, അവൻ തന്നെ പറഞ്ഞല്ലേ നിങ്ങളുടെ ഷെയ്ഖിന്റെ മൂത്രം അത് പവിത്രമാണ്. ആ മൂത്രത്തിലെങ്കിലും ഒന്ന് കുളിച്ചൂടെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്.